ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാജേഷ് ആൻഡ് ചിന്നു. അയ്യോ അതെ, യാഷു മോനെ അങ്ങനെ ഞങ്ങൾ ഫൈനലി ചോറ് കൊടുക്കാൻ പോവാണ് ഗൈസ്. യാഷു കുളിക്കാൻ വേണ്ടി റെഡി, അതാ എണ്ണെല്ലാം തേച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബനിയനും ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തു ഞങ്ങള്. അപ്പം യാഷോ ഹായ് പറയടാ. യാഷു കുളിച്ചിട്ടെല്ലാം പറ്റത് അവന് പിക്കറ തുടങ്ങി. അപ്പൊ ഓക്കെ, ഹലോ ഗായ്സ്, അങ്ങനെ നമ്മള് ചോറുകൊണ്ട് പോകാൻ സെറ്റായി. ഇങ്ങനെ നമ്മളെ ഔട്ട്ഫിറ്റ് യാഷു മോന് നമ്മള് ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടില്ല, അവിടെ പോയിട്ട് മാറ്റാ വിചാരിച്ച്. യാഷിനെ അറിയാം എവിടെയോ പോകുന്നുണ്ട്. നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്, ഓൾ സെറ്റ്. ചൂട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവാണ്. അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അച്ഛനും ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലെത്തി. കൃത്യമുണ്ട് ഗൈസ്. ഐഷു റെഡി. ഐഷു ടാറ്റാ യാഷു, ടാറ്റാ യാഷു, ടാറ്റാ. ഇന്ന് കൃത്യന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ പോയിട്ട്. ആണ് ലഡുവാ ബുക്ക തൊപ്പിയാ? തൊപ്പി. അച്ഛനാണ് നോക്കുന്നേ. അച്ഛനും പറഞ്ഞു ഗൈസ്. യാഷു മൈൻഡൊക്കെ നോക്കിയാ യാഷു നോക്കുന്നില്ല. അപ്പൊ ടാറ്റാ. അപ്പൊ നോക്ക്. അപ്പൊ ടാറ്റാ. അപ്പൊ ടാറ്റാ. എന്തിടാ പുറത്ത് കാഴ്ചകളെല്ലാം കാണാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ ഒരാളുണ്ട്, ഐഷുട്ടി ഉണ്ട്. ഐഷുട്ടി, ഐഷു, 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 ഐഷു എന്ത് ഐഷു അതിൻ്റെ അപ്പുറം ആറ്റിറ്റ്യൂഡ്. ഞാൻ ചിരിക്കൂലടാ. ഐഷു നോക്കോ, ടപ്പ് 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 ടപ്പ്. ഛർദിച്ച് ഗൈസ്, ഛർദിച്ച് ഡ്രസ്സെല്ലാം മാറ്റി. രതീഷ്, 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 ഞാനല്ലേ വിളിക്കുന്നത്? ഇങ്ങനെ അവിടെ തുടങ്ങാമോ? രതീഷ്, ഒരാഴ്ചയല്ലേ ചില്ലും കൂട്ടി കിടന്ന് തുടങ്ങുന്നത്? എണീറ്റ്, ഞാനല്ലേ വിളിക്കുന്നത്? ക്യാഷ് ഫുള്ള് നോക്കുന്നുണ്ട് ഇങ്ങനെ. ഏതെടുക്കണ്ടേ ഏതെടുക്കണ്ടേ? ഇത് വേണ്ട, ഇത് വേണം, ഇത് വേണം, ഇത് വേണം. നമ്മൾ അവസാനം പാർസൽ കട എത്തിയിരിക്കുകയാണ്. യാഷിന് ചോറ് കൊടുക്കാൻ. മുത്തപ്പം പറഞ്ഞ പോലെ അല്ലേ യാഷ്? അല്ല, മുത്തപ്പം പറഞ്ഞ പോലെ നമ്മൾ പാർസൽ കടയിൽ എത്തിയിരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാഷിന് ചോറ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ പറശ്ശിനിക്കടവിൽ പൊതുവെ അച്ഛന്മാരാണ് ഇവിടെ ചോറ് കൊടുക്കുന്നത്. അപ്പോൾ ചിന്നു ആ കാര്യത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു, അവക്കും കൂടി കാരണം എന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ എന്തോ ഒരു ദൈവഭാഗ്യത്തിന് എന്താ പറയുക, അവിടെ ആ സമയത്ത് ആൾക്കാർ കുറവായിരുന്നു, വേറെ ആരും ഇല്ലാത്ത കാരണം ചിന്നുവിന് മാത്രമല്ല കൂടെ വന്ന എല്ലാവർക്കും അകത്ത് കയറിയിട്ട് തന്നെ ചോറ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്.
പിന്നെ അവർ അവിടെ നിന്ന് പറഞ്ഞു തന്നു കുട്ടീനെ വിളക്കിന് നേരായിട്ട് ഇരുത്താൻ പറഞ്ഞു. പിന്നെ അവിടെ ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ജസ്റ്റ് എടുത്തിട്ട് കുട്ടിയുടെ കൈയും മുഖവും കാലൊക്കെ ജസ്റ്റ് നനയ്ക്കാൻ പറഞ്ഞു. പിന്നെ ചന്ദനം തന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ ചോറ് വിളമ്പി. ഞാൻ എൻ്റെ യാശു നടുവിരലിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ചോറ് കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ കൊടുത്തു. 3 പ്രാവശ്യം പേര് വിളിച്ചിട്ട് ചോറ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചോറ് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു മൊമെൻറ്റിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ കുട്ടിയുടെ അമ്മേനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ചിന്നും വന്നിട്ട് ചോറ് കൊടുത്തു. പറഞ്ഞാൽ സങ്കടമായിരുന്നു ആദ്യം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് അവൾ ആഗ്രഹിച്ച പോലെ അവൾക്കും അതിനകത്ത് കയറി കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇവിടെ ചോറ് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ പുറത്തുനിന്ന് വേണം ചോറ് കൊടുക്കാൻ. പക്ഷേ ഇത് നേരെ മറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ വന്നവരെല്ലാവർക്കും നമുക്ക് ചോറ് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ഇവിടെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി വരെ ആ ഒരു ടൈമിങ്ങിലാണ് ചോറൂണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3-3:30 ആകുമ്പോഴാണ് അമ്പലത്തിലെത്തിയത്. ഞങ്ങളത് പ്ലാൻ ചെയ്ത് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുത്തപ്പൻ തെയ്യമുണ്ട്. അപ്പോൾ നമുക്ക് മുത്തപ്പൻ തെയ്യം കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയും നേരത്തെ നമുക്ക് കുട്ടീനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങുള്ള കാര്യമാണ്. പിന്നെ ഉള്ളത് വൈകുന്നേരമാണ് മുത്തപ്പൻ തെയ്യമുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചോറൂണും കൊടുക്കാം, പിന്നെ മുത്തപ്പൻ തെയ്യം കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അത് കാരണം നമുക്കൊരു തിരക്കില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ കുട്ടിക്ക് ഫുഡ് കൊടുക്കാനും പറ്റി, അതുപോലെ തെയ്യമൊക്കെ കണ്ടിട്ട് മടങ്ങാനും പറ്റി. ഫോട്ടോഗ്രാഫർ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മുടെ യാഷിക്കുട്ടിന് 2 പല്ല് മുളച്ചല്ലോ. ഫസ്റ്റ് കടി എനിക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇവനിപ്പോ കുരുത്തക്കേട് കൂടിയിട്ടുണ്ട് ഗൈസ്. കണ്ട ഗോപ്രോ കണ്ട അപ്പൊ എന്റെ കയ്യിൽ കൊടുക്കണം. എന്ത് ചോറ് ഗർഭ ഇപ്പൊ ചോറ് എന്ത് ഹായ് ഗൈസ്. ഇവന് കുറച്ച് കുരുത്തക്കേട് അധികമായി. ഇപ്പൊ ഈ കമ്പിന്റെ മുകളിൽ നിന്ന് എടുത്താൽ റിയാക്ഷൻ നോക്കുക. കമ്പി വിടുന്നില്ല. കണ്ട അതാ ആടെ നിർത്തണം. കുറേ സമയമായി ഇപ്പൊ ഈ കമ്പി പിടിച്ച് നിൽക്കുന്നത്. പിന്നെ കുറച്ച് പേര് വന്നിട്ട് നമ്മുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ കാണാറുണ്ട് പറഞ്ഞ് ഒരുപാട് സന്തോഷം തോന്നി. പുറത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വീഡിയോസും ഫോട്ടോസും കുറച്ച് അധികം എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയിട്ടുണ്ടായില്ല. ഇത് ചെറുക്കനാണ് ഈ കമ്പി പിടിച്ച് അവിടെ വിടുന്നില്ല, പറ്റി പിടിച്ച പോലെ. അവിടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക ഫുഡ് കഴിക്കാൻ. കുറച്ച് പേര് ആദ്യം പോവുക, ബാക്കിയുള്ളവർ പിന്നെ പോകാം. അപ്പോൾ കുട്ടീനെ നോക്കാൻ ആൾക്കാരായല്ലോ. നോക്കിയപ്പോൾ അടുത്ത ആൾ തീർന്നു. ആ കരച്ചിൽ തീർന്നു. അത്രയും രണ്ടും ഒരേ സമയം ആയതുകൊണ്ട് മുടി അവൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ട് അത്ര തന്നെയല്ല 9 മാസം മുട്ട ഉണ്ടാവും പിറന്നാളാകുമ്പോൾ. എൻ്റെ മുടി മുറിക്കാൻ പറയുന്നത്. പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി, കുറച്ച് 4 പേര്. പിന്നെ അടുത്ത ട്രിപ്പ് ഞങ്ങൾ 4 ആൾക്കാർ. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ വന്നിരിക്കുന്നു. സമയം 5 മണി. എന്നാണ്ടേ ചോറുണ്ടേ? ഞങ്ങൾക്ക് ചോറ് മതി. അപ്പോൾ ചോറ് കഴിച്ചാൽ പഴംപൊരി കഴിച്ചോ? പപ്പടം വന്നു. പപ്പടം പപ്പടം ചപ്പാത്തി പോലെ. ഹലോ ഗൈസ്. അപ്പോൾ ഇതാ യാഷുമാൻ ചിന്നു ഫീഡെല്ലാം ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഉഷാറായിരുന്നു. ഇവ കുറച്ച് സ്മാർട്ടായിട്ടുണ്ട്. നേരത്തെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ പറഞ്ഞ് നാവ് ഞാൻ വയലിട്ടില്ല. അതാ തുടങ്ങി. ഇതിന് ഗോപ്ര ഉണ്ടായി ഇതിൻ്റെ കൈമ കൊടുക്കണം. പക്ഷെ പപ്പ സംസാരിക്കട്ടെ പപ്പ. ഗൈസ് ഇവൻ സമ്മതിക്കുന്നില്ല ഗൈസ്. നോ രക്ഷ. എടുത്തോ.
അപ്പൊ ഞാൻ ബോട്ടിൽ കയറാൻ അപ്പോൾ ഞങ്ങളിനി അടുത്തത് കുറച്ച് സമയമുണ്ട് മുത്തപ്പൻ്റെ ഇത് കാണാൻ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബോട്ടിൽ കയറാൻ ഗൈസ്. ആദ്യം അച്ഛൻ മണിക്കും എല്ലാവർക്കും വേണ്ട അല്ലേ തല്ല് ഗൈസ്. പിന്നെ ചിന്നിൻ്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങളൊരു ഡാൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വൈകാണ്ട് തന്നെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഒരു അരമണിക്കൂർ ഹൗസ് ബോട്ടിങ്ങിൽ എൻജോയ് ചെയ്തു. പിന്നെ ഈ ഒരു വ്യൂ അമ്പലത്തിൽ കാണുന്ന ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല നൈസായിട്ട് നമുക്ക് ഫുൾ ഫ്രെയിമിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നു. നൈസായിരുന്നു. ഇതാ നിങ്ങൾ ഹൗസ് ബോട്ടിംഗ് എല്ലാം അല്ലേ അടിച്ച് പൊളിച്ചിട്ട് വരുന്നുണ്ട് ഗൈസ്. എന്താ പറഞ്ഞത്? ഗൈസ് അപ്പോൾ നമ്മളിതാ ചോറൂണെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്കെല്ലാം പോവാണ്. കാശു ഇനി വലിക്കണ്ട. കാശ് നല്ല വമ്പനായിട്ടുണ്ടല്ലോ ഇടാ. ഷെഡിയൊന്നും ഇടാണ്ട് നന്നായി. പോവാ ലേശം പോവാ. ആരുമ കാശ് അവിടെ നായി നോക്കുന്നത്. ഇത് തരില്ല അത് തരില്ല. അത് നമ്മൾ പോവാണ്. ക്യാഷ് ഇതാ തിരിച്ച് പോവാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ എന്തൊക്കെയാണ് എല്ലാവരും കുഞ്ഞി. നേരത്തെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ക്യൂവേ ഇല്ല. ഞാൻ വിചാരിച്ചെന്നാൽ കഴിച്ചിട്ട് പോവാം. അന്നപ്രസാദമല്ലേ അല്ലേ കുഞ്ഞി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാണ്. ഇത് ആക്ച്വലി നമ്മൾ വണ്ടിയിൽ വെക്കാൻ വേണ്ടി രണ്ട് സാധനം വാങ്ങി. ഞാനിപ്പോ എന്ത് പറഞ്ഞെങ്കിലും അങ്ങനെ നമ്മൾ അവസാനം എല്ലാം മേടിച്ചിട്ട് ഇവിടുന്ന് പറശ്ശിനിക്കടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ യാഷിനും എൻ്റെ ചോറുകൊണ്ട് പരിപാടി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അച്ഛൻ നല്ല തിരക്കൂടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോവാണ് ഗൈസ്. എല്ലാം വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഫൈനലി വീട്ടിലെത്തി. ഫുഡെല്ലാം കഴിച്ചു. അതെ ഇവിടെ ബാക്കി ഉണ്ടായിരുന്ന ഫുഡൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിനി. അപ്പൊ നമ്മള് എത്തുമ്പോഴേക്ക് കറക്റ്റ് ആയിട്ട് ചിക്കൻ ചില്ലി വാങ്ങി വെച്ചു. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചു. യാശുട്ടന്റെ കുളിയെല്ലാം കഴിഞ്ഞു. ഞാൻ ഫ്രഷ് ആയിട്ടില്ല ഇനിയും. അതായത് ചിന്നു കുഞ്ഞെല്ലാം ഫ്രഷ് ആയി. ഞാൻ ഫ്രഷ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഡ്രസ് മാറ്റിയതേ പോയിട്ട് കുളിക്കണം. ഓക്കെ എന്നെയാണ് രാവിലെ പിന്നെ വണ്ടി പോകുമ്പോ രാശു ഫുള്ള് എന്റെ മേത്ത് ഛർദിച്ചിട്ട് പിന്നെ കൊറേ ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു. സംസാരിച്ചു. ഒരുപാട് പേര് സംസാരിച്ചു. കൊറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷായി അല്ലേ. പിന്നെ എന്താ എല്ലാവർക്കും യാഷുമോനെ വേണ്ട ഇപ്പൊ. അപ്പൊ ഓക്കെ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് ഒരു വ്ളോഗിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ. മറ്റു സാധനം പറയാം. ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ സെറ്റ്. അപ്പൊ ഓക്കെ ബൈ.